ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു. കേരള എന്നത് മാറ്റി കേരളം എന്നാക്കണമെന്നാണ് പ്രമേയം. 2023 ഓഗസ്റ്റ് 9 പ്രമേയം അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒന്നാം പട്ടികയിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതിയെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിച്ചു. ഇതിനെ തുടർന്നാണ് വീണ്ടും പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി. മാതൃഭാഷ അനുസരിച്ച് കേരളം എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ പേര്. മലയാള സാഹിത്യത്തിലും ചരിത്രത്തിലുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷുകാരുടെ ഇടപെടൽ കൊണ്ട് അത് ഭരണഘടനയിലും അതുപോലെ തന്നെ മറ്റ് ഔദ്യോഗിക രേഖകളിലുമൊക്കെ തന്നെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലൊരു മാറ്റമാണ് സംസ്ഥാനം ആഗ്രഹിക്കുന്നത്. കാലങ്ങളായുള്ളൊരു ആവശ്യം കൂടിയാണ്. നമുക്ക് കാണാം ഔദ്യോഗിക രേഖകളൊക്കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസിനടുത്താണ്, തിരുവനന്തപുരത്തല്ലേ. നമുക്ക് കാണാം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്നുള്ളതാണ് അവിടെ തുടങ്ങുന്നത്, കേരള. ഒപ്പം ഗവൺമെൻറ് ഓഫ് കേരള, അതും കേരള എന്നുള്ളതാണ്. അപ്പോൾ രേഖകളിലെല്ലാം അതുപോലെ തന്നെ ഔദ്യോഗിക രേഖകളിൽ ഭരണഘടനയിലൊക്കെ തന്നെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മാറ്റിയിട്ട് സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കണമെന്നുള്ളതാണ് കേരള നിയമസഭ ഇന്നിപ്പോൾ ഒരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം ഏകകണ്ഠേന തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. അത് കേന്ദ്രത്തിൻ്റെ പരിഗണനയ്ക്കായി അയക്കുകയും ചെയ്യും. സർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നാമധേയം മലയാള ഭാഷയിൽ കേരളം എന്നാണല്ലോ. മലയാള ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി ഐക്യ കേരളം രൂപപ്പെടണമെന്നത് ദേശീയ സ്വാതന്ത്ര്യ സമരകാലം മുതൽ ശക്തിയായി ഉയർന്നു വന്നിരുന്ന ആവശ്യമാണ്. എന്നാൽ ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കേരളം എന്നാക്കി ഭേദഗതി വരുത്തുന്നതിനാവശ്യമായ നടപടികൾ ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം കൈക്കൊള്ളണമെന്ന് ഈ സഭ ഐകകണ്ഠ്യേന ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലും സമാനമായ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു. നിയമസഭ പാസ്സാക്കുകയും ചെയ്തു. അത് കേന്ദ്രത്തിൻ്റെ പരിഗണനയ്ക്ക് വിട്ടപ്പോൾ ഒരു തിരുത്ത് വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുകയായിരുന്നു. തികച്ചും സാങ്കേതികമായ ഒരു നടപടിക്രമം മാത്രമായിരുന്നു. അതായത് ഭരണഘടനയുടെ 1-ാം വകുപ്പിലും 8-ാം വകുപ്പിലും തിരുത്ത് വേണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ആദ്യത്തെ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ കേന്ദ്രം ചൂണ്ടിക്കാണിച്ചത് ഈ പേര് മാറ്റുന്നതിന് ഭരണഘടനയുടെ 1-ാം വകുപ്പ് മാത്രം തിരുത്തിയാൽ മതിയാകും. ആ വിധത്തിൽ അതൊന്ന് പുതുക്കി അയക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരമാണ് ഇന്ന് നിയമസഭയിൽ ഈ പ്രമേയം വീണ്ടും അവതരിപ്പിച്ചിരിക്കുന്നത്.